നമസ്കാരം, ടെസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ആളുകൾക്ക് ശേഷം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ ഫുഡുണ്ട്, ട്രാവലുണ്ട്, അതുപോലെ ഒരു റിസോർട്ടൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സാധാരണ എൻ്റെ യാത്രകളൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇതിൽ കുറച്ച് പേരൊക്കെ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനൊക്കെ പറ്റിയെന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ. അങ്ങനെ ആദ്യമായിട്ട് കണ്ട കുറച്ച് പേരും ഇടയ്ക്ക് കണ്ട കുറേ മുഖങ്ങളും നല്ല പരിചയമുള്ള കുറേ ആൾക്കാരുമായിട്ട് നമ്മളിപ്പോൾ ഹെഡ് ചെയ്യുന്നത് മൂന്നാറിലെ ചിന്നക്കനാലിലേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിന്നക്കനാലിലേക്ക് കാലത്ത് 6 മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. 17 പേരുടെ ടെമ്പോ ട്രാവലിലാണ് നമ്മൾ പോയത്. 6 മണിക്ക് തന്നെ ഓൾ സെറ്റാക്കിയിട്ട് ട്രാവലൊക്കെ വിളിച്ച്, നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ മൂന്നാറിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയും നല്ലൊരു വെയിലും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു കിടലൻ അറ്റ്മോസ്ഫിയറിലാണ് കയറുന്നത്. അപ്പോൾ പകൽ സമയത്ത് ഈ സമയത്ത് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. 6 മണിക്ക് ഇറങ്ങിയ കാരണം നല്ല വിശപ്പുള്ളതുകൊണ്ടും അങ്കമാലിയിൽ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ നല്ല മസാല ദോശ കഴിച്ചു, അവർ പൂരി, പിന്നെ എന്തൊക്കെ ചപ്പാത്തി, വെള്ളയപ്പം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം അവിടെ നിന്ന് ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി കഴിക്കാൻ പറ്റുന്നത് മൂന്നാറാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിച്ചിട്ടില്ല, അപ്പോൾ അറിയില്ല എങ്ങനെ ഫുഡ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അങ്കമാലിയിൽ നിന്ന് കഴിച്ചു. തരക്കേടില്ലാത്ത മസാല ദോശ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷേ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു പുറത്തുനിന്നോ, ഇപ്പോൾ നിങ്ങളൊരു വേറെ സ്ഥലത്തുനിന്ന് മൂന്നാറ് ഹെഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മോർണിംഗ് ബാക്കി കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങളും അതുപോലെ ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒരു കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം, ബാത്റൂം യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഈ പെർഫെക്റ്റാണ് ഈ ഒരു സ്ഥലം. അവർ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഭക്ഷണം കുഴപ്പമില്ല, തിരക്കേടില്ല. ഭയങ്കര പൊളിയാണ്, ഹെവിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കഴിക്കാം നമുക്ക്. ആ മോർണിംഗ് സമയത്തെ ആ വിശപ്പ് നമുക്ക് സുഖമായിട്ട് മാറ്റാം. അങ്ങനെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. ഞാനൊരു യാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പമുള്ള ട്രാവലർ എടുത്ത് നന്നായിട്ട് സംസാരിക്കുക, അവരൊരു വൈബിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തം വരണം, അല്ലേ? ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങണം. അപ്പോൾ എല്ലാ ഇപ്പോൾ ഗ്യാങ്ങിലും കാണും ഏതെങ്കിലും ഒരാൾ അതിനെ വൈബാക്കാൻ വേണ്ടിയിട്ട്. ഒരാളിപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിന്നാലെ പിടിക്കാനായിട്ട് 1, 2, 3 ആൾക്കാർ കൂടെ കൂടും. അങ്ങനെ പതിയെ കൂടെ കൂടുന്ന ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇവരെക്കാട്ടും 2, 3 വയസ്സ് കുറവാണ് എനിക്ക്. ആ ഒരു വൈബിൻ്റെ ഇത് പക്ഷേ സിമ്പിളായിട്ട് ഞാനത് മാനേജ് ചെയ്ത് തുടങ്ങി. പിന്നെ ആ വണ്ടിയിൽ ഞങ്ങൾ ആറാടുകയായിരുന്നു ഗൈസ്. അത്ര പൊളിയായിരുന്നു പിന്നെ അങ്ങോട്ട്. അങ്ങനെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് മൂന്നാർ എത്തിയത് അറിഞ്ഞിട്ടില്ല. മൂന്നാർ ടൗൺ കാലത്തായതുകൊണ്ട് കാമാൻ ക്വൈറ്റാണ്. കാലത്തല്ല, ഉച്ചയായിരുന്നു. പക്ഷേ ആ ജനുവരിയിലത്തെ തണുപ്പോ പറഞ്ഞു കേട്ടിട്ടുള്ള തണുപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ പൊതുവേ ഇപ്പോൾ വിസിറ്റേഴ്സിൻ്റെ സമയമെല്ലാം തോന്നുന്നു പൊതുവെ തിരക്ക് കുറവായിരുന്നു. മൂന്നാർ ടൗണിൽ നിന്ന് ചിന്നക്കനാലിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്. ചിന്നക്കനാൽ ഫേമസ് ആയിട്ടുള്ളത് മീശപ്പുലിമല, പിന്നെ കുറച്ച് വെള്ളച്ചാട്ടം, അത്യാവശ്യം നല്ല ഈ മൂന്നാറിൻ്റെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിടിലൻ സ്ഥലമാണ് ചിന്നക്കനാൽ.
നമുക്ക് പോണ വഴിക്ക് അത്യാവശ്യം നല്ല തേയില പ്ലാന്റേഷൻസും പിന്നെ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. ടാറിംഗ് ഒക്കെ കിടിലനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പൊട്ടി പൊളിഞ്ഞ റോഡുകളായിരുന്നു. ചില ഭാഗത്ത് ഇപ്പോഴും ടാറിങ് നടക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊരു ഹൈവേ ആണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തേക്കണമെന്നാണ് കേട്ടിരിക്കണേ. കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം മുന്നേ ഞാൻ പോയപ്പോഴും സെയിം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലം പിടിക്കും ചിലപ്പോൾ അവിടേക്ക് എത്താനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എവിടെയും ബ്യൂട്ടിയാണ്. പല പല ഭാവങ്ങളും എടുത്തുന്ന ഒരു കിടിലൻ പ്ലേസാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഞാനെന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 10 കിലോമീറ്റർ മാറി വരുമ്പോൾ ക്ലൈമറ്റിലെ ചേഞ്ചുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ചില സമയത്ത് മൂന്നാർ മൂടിയാണ്, ചില സമയത്ത് ഇളം വെയിലടിച്ചിട്ട് മൂന്നാർ സുന്ദരിയാണ്, ചില സമയത്ത് നല്ല തണുപ്പാണ്. അങ്ങനെയൊക്കെ കൂടിയിട്ട് നമ്മളൊരു 10-20 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു എല്ലാം കൂടിയുള്ളൊരു മിക്സാണ് മൂന്നാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മൈൻഡിൽ വന്നൊരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ മൂന്നാറിന് ഇതേപോലെ തന്നെ കൊല്ലങ്ങളായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഒരു അറ്റത്തൊക്കെയാണ് കുറച്ച് ബിൽഡിങ്സ് ഉള്ളത്. ഇതിനുള്ളിൽ കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ബിൽഡിങ്സോ ഒന്നും തന്നെ വന്നിട്ടില്ല. ചില റിസോർട്ടുകളുണ്ട്, അത് കഴിച്ച് വേറെ ഒന്നും വന്നിട്ടില്ല. അത് തന്നെയാണ് ശരിക്കും മൂന്നാറിനെ വേറിട്ട് നിർത്തുന്നത്. നമ്മുടെ ഈ തിരക്കുകൾ കേരളത്തിലായാലും പുറത്തുനിന്നുള്ള ആൾക്കാരായാലും തിരക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാറിനെ ആശ്രയിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഇവിടുത്തെ ഫുൾ പച്ചയാണ്. ഈ മൂന്നാറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. കണ്ണൻ ദേവൻ്റെയും അതുപോലെ കൊളുക്കുമലയിലൊക്കെ ടീ എസ്റ്റേറ്റുകളൊക്കെ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. എല്ലാ സീസണിലും വന്ന് നോക്കുമ്പോൾ ഏകദേശം പാകമായിട്ടുള്ള തേയിലകൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഫോർ ഷുവറാണ്. എപ്പോഴും ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്ന ഒരു മൂന്നാർ നമുക്ക് ഒരിക്കലും ഇല്ല. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഗ്രീനി ആയിട്ടുള്ള മൂന്നാർ തന്നെയാണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഫൈനലി നമ്മൾ ചിന്നക്കനാലിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉള്ളൂ റിസോർട്ടിലേക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ്. അവിടെ ഒട്ടനവധി റിസോർട്ടുകളും കാര്യങ്ങളും സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലൊരു പേജായിട്ടുള്ള ട്രിപ്പ് അഡ്വൈസറിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് നേരിട്ട് പോകുന്നത്. അതിൽ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 റിസോർട്ടുകളാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 14-15 പേരുണ്ട്. ഏകദേശം 4000-3000 രൂപയുള്ള ഒരു 2 സെറ്റ് ഓഫ് റിസോർട്ടുകളാണ്. 2 അവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രിപ്പ് അഡ്വൈസറിൽ ഒരു വീഡിയോ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തുകയാണ്. ആൻഡ് ഫൈനലി നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ശരിക്കും കാച്ച്മെൻ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യണ രീതിയിൽ നല്ലൊരു വ്യൂ തന്നെയാണ്. പക്ഷേ നമ്മൾ വീഡിയോയിലൊരു ഹെലിക്യാമറയൊക്കെ കണ്ടിരുന്ന ഒരു പ്രതിനിധിയൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല. ലൈക്ക് റൂമിൻ്റെ കാര്യത്തിലായാലും വ്യൂവിൻ്റെ കാര്യത്തിലായാലും എനിക്ക് തോന്നുന്നു അവിടെ ആരൊക്കെ തീയിട്ടിട്ടുണ്ട്, കൃഷി ഇറക്കാനോ കാര്യങ്ങളോ മറ്റോ ആണ്. അപ്പോൾ ആ ഗ്രീനറി ഒന്നും ഇവിടെ കിട്ടണില്ല. ആസ് യൂഷ്വലി 2 റൂമുകളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഹോം സ്റ്റേ എന്നോ അല്ലെങ്കിൽ റിസോർട്ട് എന്നൊക്കെ പറയാം. ആർട്ട് വർക്കൊക്കെ സൈഡിലൊക്കെ കിടലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രീനറി ഭയങ്കര ശോകമാണ്, കാരണം തീയിട്ടൊക്കെ കത്തിച്ചിട്ട്. പക്ഷേ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഞങ്ങൾ എത്തിയതൊരു ഉച്ച സമയത്താണ്. സോ ആ സമയത്ത് അത്യാവശ്യം നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ എനിക്കങ്ങനെ സെറ്റായി പോയില്ല. ആഫ്റ്റർ ഓൾ നമ്മൾക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ബഡ്ജറ്റ് വൈസിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 7000 രൂപയ്ക്ക് പെർ ഹെഡ് ചിലപ്പോൾ ഒരു 500 രൂപയോ 400 രൂപയ്ക്ക് ടോട്ടൽ ചിലവ് വരുന്ന ഒരു റിസോർട്ടുള്ളൂ. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പ്രൈവസി കിട്ടും. വേറൊരു റിസോർട്ടോ കാര്യങ്ങളോ ആൾക്കാരോ നമ്മളെ ശല്യപ്പെടുത്താനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഏരിയാസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് ചുറ്റി കാണാൻ പറ്റും. ലൈക്ക് അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാമിലെത്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു 5-6 കിലോമീറ്റർ നമ്മൾ അവിടെ നിന്ന് പോകണം. അവിടെ ഒരു ടെൻറ്റോ കാര്യങ്ങളോ അവർ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമുകളിൽ ഇൻറ്റീരിയൽ വൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മറ്റേ പൂക്കളും അതുപോലെ പെൺകുട്ടികളുടെ പിക്ചറൊക്കെ ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബിലോ ആവറേജ് റൂംസാണ് ചെയ്തത്. പക്ഷേ ഒരു എക്കണോമിക് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലത്. സമയം ഏകദേശം ഒരു 6-6:30 മണിയായി. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ ഈ റിസോർട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ സെൽഫ് കുക്കിംഗ് ആണ് പ്രിഫർ ചെയ്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിവാരത്തുനിന്ന്, അതായത് മൂന്നാറിൻ്റെ അടിവാരത്തുനിന്ന് ബീഫും ചിക്കനും അതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് സെൽഫ് കുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത്യാവശ്യം കുറേ അധികം ഷെഫുമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ബീഫ് വൃത്തിയാക്കലും അതുപോലെ തന്നെ ഇഞ്ചിയും സബോളയും കൊത്തു നാളികേരം ഒക്കെ ആയിട്ട് രസമായിട്ടുള്ളൊരു ഫുഡിൻ്റെ ഒരു
ഒരു മേക്കിംഗ് ആയിരുന്നു പിന്നെ നടന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തുനിന്ന് പെട്ടെന്ന് വാങ്ങാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സോ നമ്മളെല്ലാം വെൽ പ്രിപ്പയർ ആയിട്ടായിരുന്നു പോകുന്നത്. സോ നിങ്ങൾ ഈ റിസോർട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം അവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്നുള്ളത് തന്നെയാണ്. കാരണം രാത്രിക്ക് വൈകി കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് കൈപ്പിടിച്ച് പോകുന്നതായിരിക്കും, പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങൾ, റിമോട്ടായിട്ടുള്ള ഈ സ്ഥലങ്ങൾ പോകുമ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ അത്യാവശ്യം ചെയ്തിരുന്നു. ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫാം ചെയ്യുമ്പോൾ നമുക്ക് കരി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എല്ലാം പ്രിപ്പയർ ആയി പോന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറന്നു പോകണ്ടാവും. സോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാണും. സോ നമ്മൾ അതൊക്കെ വെച്ച് അത്യാവശ്യം എല്ലാവരും കൂടി ഇരുന്ന് നല്ലൊരു കിടിലൻ അൽഫാം ചുട്ടെടുത്ത് അത്യാവശ്യം കറികളും കാര്യങ്ങളായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഇരുന്നു. ഫുഡൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ചേട്ടന്മാരുണ്ടാക്കിക്കൊണ്ട് പറയണതല്ല, കിടിലൻ ടേസ്റ്റും കിടിലൻ സെറ്റപ്പായിട്ട് എല്ലാവരുടെയും ഐഡിയാസും രുചികളും അല്ലെങ്കിൽ ടിപ്സൊക്കെ ആയിട്ടുള്ള നല്ല കിടിലൻ ഫുഡ് തന്നെയായിരുന്നു. അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ അവസാനിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നാളത്തെ ആക്ടിവിറ്റീസിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലത്തുള്ള പോലെ അല്ല, ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. സോ ഇന്നത്തെ രാത്രി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഒരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും വരും. സീ യു ദെൻ, ബൈ.